നിങ്ങളെപ്പോലുള്ള സാധാരണ സബ്സ്ക്രൈബേഴ്സ് വരുത്തുന്ന 20 തെറ്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മൾ കേട്ടിട്ടുള്ളതും അതുപോലെ നമ്മളുടെ റുപ്പിമംഗിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള 20 തെറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാണ്ട് പോകുന്നത്. ഒന്നാമത്തെ തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സമയം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ അതുപോലെ വെക്കുകയോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പോലുള്ള സാധാരണ കാര്യങ്ങളിൽ നിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന നേട്ടത്തിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നമ്മൾക്ക് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ നിക്ഷേപിക്കാതിരിക്കുക അല്ലെങ്കിൽ നിക്ഷേപം ഡിലേ ചെയ്യുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിക്ഷേപിക്കാതിരിക്കുകയോ അത് നിക്ഷേപം ഡിലേ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോളുകൾ ഇല്ലാതിരിക്കുകയോ ഗോളുകൾ സ്മാർട്ട് അല്ലാതിരിക്കുകയോ ആണ്. അതായത് ഗോളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രത്യേക ഒരു ഫിനാൻഷ്യൽ ആവശ്യമുണ്ട്, അതിന് ഇത്ര രൂപ ആവശ്യമുണ്ട്, ഇത്ര സമയത്തിനുള്ള ആവശ്യമുണ്ട്, ഇന്ന ആവശ്യത്തിനായിട്ട് അത് ഉപകരിക്കുന്നതാണ്, ഇന്നത് ചെയ്താൽ അത് ചെയ്യാനായിട്ട് പറ്റും, ഇത്രയൊക്കെ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതില്ലാത്തവരാണ് ഈ സ്മാർട്ട് ഗോൾ ഇല്ല അല്ലെങ്കിൽ ഗോൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണമായിട്ട് എൻ്റെ മകൾക്ക് 15 വർഷത്തിന് ശേഷം പഠനത്തിനായിട്ട് 25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ 10,000 രൂപ ഇന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഗോളും അതിൻ്റെ എക്സിക്യൂഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യവും അങ്ങനെ ഒരു എമൗണ്ടും അങ്ങനെ ഒരു കാലവും അതിനുള്ള ഒരു അപ്രോച്ചും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോളുകൾ ഇല്ലാതിരിക്കുകയോ ഗോളുകൾ കൃത്യമല്ലാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിൽ പെടുക എന്നുള്ളത്. മുൻകാലങ്ങളിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളത് ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ LIC ഏജന്റുമാര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്രചാരത്തിലായതോടുകൂടി പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിലുണ്ട്. അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ബാങ്കുകളിൽ നിന്നുണ്ട്, ഇൻഷുറൻസ് ഏജന്റുമാരുണ്ട്, കൂടാതെ വീട്ടിലും ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇവരെല്ലാം പറയുന്നത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വരുന്ന പല ചോദ്യങ്ങളും നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് വരുന്ന പല ചോദ്യങ്ങളും എൻ്റെ ബാങ്ക് മാനേജർ ഇങ്ങനെ പറഞ്ഞു, 1 ലക്ഷം രൂപ 5 വർഷം ഇട്ട് കഴിഞ്ഞാൽ 10ാമത്തെ വർഷം 50 ലക്ഷമായിട്ട് വർദ്ധിക്കും. പക്ഷെ 2 വർഷം ആ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ വേറെ എവിടേക്കോ സ്ഥലം മാറിപ്പോയി. അവിടെ വന്നിരുന്ന ബാങ്ക് മാനേജർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല, ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ കേട്ടല്ലോ എന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ നമുക്ക് വന്നു കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അറിവുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തരാൻ സാധിക്കുന്ന ആളുകളെ, അത്തരം ആളുകളുടെ ഇൻഫ്ലുവൻസ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. നമ്മളുടെ പല ആളുകളും നമ്മളോട് വന്ന് ചോദിക്കുന്നത്, ഞാൻ ഒരു വർഷം ഇത്ര രൂപ നിക്ഷേപിക്കാം, എനിക്കത് 1 കോടിയാക്കി തരാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ 2 കോടിയാക്കി തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. ഒരു നിക്ഷേപം വലുതായി പോകണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1, അതിലേക്ക് വരുന്ന എമൗണ്ട്. 2, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. 3, അത് നമ്മൾ നിക്ഷേപിക്കുന്ന കാലം. ഈ 3 കാര്യങ്ങളും ഉയർന്നു നിന്നാൽ മാത്രമേ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുതലാവുകയുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു കാര്യം കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ ഞാൻ എത്ര പൈസ വേണമെങ്കിലും ഇടാം, 1 വർഷത്തിനുള്ളിൽ ഇത്ര രൂപ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാലയളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റോ അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയോ വളരെ കുറവാണ്. അങ്ങനെ ഉള്ള എക്സ്പെക്ടേഷനെയാണ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറയുക. അത്ര റിയലിസ്റ്റിക് അല്ലാത്ത എക്സ്പെക്ടേഷനുകൾ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അസറ്റ് അലോക്കേഷൻ കൃത്യമല്ലാതിരിക്കുക എന്നുള്ളതാണ്. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഉയർന്നു പോകുന്ന നിക്ഷേപങ്ങൾ വേണം, നമുക്ക് സ്റ്റെബിലിറ്റി തരുന്ന നിക്ഷേപങ്ങൾ വേണം, നമുക്ക് ഇടത്തരം നിക്ഷേപങ്ങൾ വേണം, ഇതെല്ലാം വേണം. അപ്പൊ ഇതിനെല്ലാം ഒരു പ്രത്യേക അളവിൽ ഒരു അനുപാതം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുള്ള ഒരാൾക്ക് അത്യാവശ്യ സമയത്ത് ഒരു പണം കിട്ടുന്നതിനായിട്ട് ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വിൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു അസറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം, അല്ലെ? അതുപോലെ വളരെയധികം സ്റ്റോക്ക് നിക്ഷേപമുള്ള ഒരാളുടെ ആവശ്യമുള്ള ഒരു സമയത്ത് കൊറോണ പോലുള്ള വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ നഷ്ടത്തിൽ സ്റ്റോക്ക് നിക്ഷേപം പൊട്ടിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പോൾ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് താല്പര്യമുണ്ട്, അതിനുള്ള ഡയറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആറാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസോ സ്റ്റഡിയോ ഇല്ലാതെ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഞാനൊരു കഥ പറഞ്ഞുതരാം. 2000 ആണ്ടിലൊക്കെ .com ബബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ .com കമ്പനികൾ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കമ്പനികളിൽ വളരെ വലിയ നിക്ഷേപം വളരെ ചെറിയ കാലം കൊണ്ടുണ്ടാവുകയും .com എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പേരുള്ള കമ്പനികൾ പലതും വളരെ ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു. പലതിനും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള യാതൊരുവിധ ഒരു ഐഡിയയും ഇല്ലാത്തൊരു സമയത്താണ് അത്രയും വലിയ നിക്ഷേപമൊക്കെ വന്നത്. അത് പലരുടെയും പൈസ നഷ്ടപ്പെടുത്താനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മളുടെ പണമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ എന്തിനാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ തന്നെ പറയുകയാണ് ഇന്ന കാര്യത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് 1, 2 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും അത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സമയവും ഒരു ക്ഷമയും കാണിച്ചിട്ട് മാത്രം നിക്ഷേപിക്കുക എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ്. അടുത്തത് വളരെ വലിയ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരിക. അതായത് നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുക, മീഡിയം സമയത്തേക്കുള്ള പണം കണ്ടെത്തുക, കുറച്ച് കഴിഞ്ഞിട്ടുള്ള പണം കണ്ടെത്തുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻഷുറൻസുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ വളരെ മികച്ച രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു 150 മ്യൂച്വൽ ഫണ്ട്, ഒരു 500 സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു 10-20 ബോണ്ട്, ഇതിൻ്റെ എല്ലാം വേറൊരു ഫണ്ട്, ഗോൾഡ് ഫണ്ട്, ഇന്റർനാഷണൽ ഫണ്ട്, ചൈന ഫണ്ട്, കൊറിയ ഫണ്ട്, ഇതൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഏതൊക്കെ സമയത്ത് വർക്കൗട്ട് ആകും എന്നുള്ളതിനെ പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ മോശം റിട്ടേണോ അല്ലെങ്കിൽ ഒരു ആവറേജിൽ താഴെയുള്ള ഒരു റിട്ടേണോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾക്കും നമ്മളുടെ കൂടെയുള്ളവർക്കും വളരെ ഉപകാരം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പലരും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം പൈസ ഓപ്ഷൻസ് ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്, കറൻസി, കമോഡിറ്റി ഇതിലൊക്കെ നിക്ഷേപിക്കുക. ഇത് എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അതിലുള്ള നഷ്ട സാധ്യത എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതങ്ങ് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ് കൃത്യമായിട്ട് ഇല്ലാത്തത്. ഇതിൽ പണം നമ്മൾ ട്രേഡ് ചെയ്യുന്ന പണം പൂജ്യമാകാനുള്ള സാധ്യത പോലെ തന്നെ ചിലപ്പോൾ നമ്മളുടെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പണം കൂടെ നമ്മൾക്കുണ്ട് അതിൻ്റെ നഷ്ടം നികത്താൻ പോണ്ടി വരുന്ന പല സിറ്റുവേഷനുകളും ഓപ്ഷൻസ് ട്രേഡിങ്ങുകളിലൊക്കെ വരുന്നത് പലരും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസ്ക് എന്താണ്, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പോവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ടിപ്പുകളുടെയും മറ്റുള്ള ഫ്രോഡുകളുടെയും പിന്നാലെ പോവുക എന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിൽ വളരെയധികം ആളുകൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ടിപ്പുകൾ തരും, സ്ട്രാറ്റജികൾ തരും. അത്തരം ആളുകളുടെ സ്ട്രാറ്റജികൾ ചിലപ്പോൾ 1-2 തവണ വിജയിക്കും, ബാക്കി മിക്കവാറും പൈസ പോകാനാണ് സാധ്യത. അതുപോലെ
ട്രെയിനിങ്ങുകളൊക്കെ നടത്തി വളരെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുണ്ട്. പക്ഷെ ട്രെയിനിങ് എടുത്തിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാര്യങ്ങളിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് സത്യം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. ഏതൊരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചുമ്മാ ടിപ്പുകളുടെ പിന്നാലെയോ ട്രെയിനിങ്ങുകളുടെ പിന്നാലെയോ പോയിട്ട് നിങ്ങൾ കാര്യങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.